ഇന്നത്തെ വീഡിയോയിൽ എൻ്റെ ഉച്ചയൂണാണ് കാണിക്കുന്നത്. അതിനായിട്ട് ആദ്യം തന്നെ ചോറ് വെക്കാനായിട്ട് ഞാൻ അരി നന്നായി കഴുകി വെള്ളം കഴിച്ച് ഗ്യാസിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു ചട്ടിയിലോട്ട് 2 തക്കാളി, പച്ചമുളക്, കറിവേപ്പില ഇതെല്ലാം കൂടി അരിഞ്ഞ് ചേർത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് പുളിവെള്ളം കൂടി ചേർത്ത് കൊടുത്തു. ഇനി കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് ഉലുവ ഇതെല്ലാം കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് ഗ്യാസിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി കറി ഒന്ന് കുറുകി പാകമായി വരുമ്പോഴേക്കും മീൻ കട്ട് ചെയ്ത് റെഡിയാക്കി വെക്കുകയാണ്. അയലാണ് എടുത്തിട്ടുള്ള ഒരു മീഡിയം ലെവലായിട്ട് അയലാണ്. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് പൊരിക്കാൻ വേണ്ടി മാറ്റി വെച്ചു. ബാക്കിയെല്ലാം കറിയിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി പൊരിക്കാനുള്ള കഷ്ണത്തിനുള്ള മസാല ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ്. ഒരു സിമ്പിൾ മസാലയാണ് റെഡിയാക്കുന്നത്. അതിനായിട്ട് കുറച്ച് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി ചേർക്കുന്നവർക്ക് കുറച്ച് വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ മല്ലിപ്പൊടി ഒന്ന് എരിവ് ബാലൻസ് ചെയ്യാൻ വേണ്ടി ചേർത്ത് കൊടുക്കുന്നതാണ്. ഇനി കറിക്കുള്ള തേങ്ങയും കൂടി അരച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഉപ്പേരിയാണ് റെഡിയാക്കുന്നത്. ഉപ്പേരിക്ക് കയ്പ്പാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 2 കുഞ്ഞ് കയ്പ വീട്ടിൽ നിന്ന് പറിച്ചിട്ടുള്ളതായിരുന്നു. പക്ഷെ അതിലൊരു കുഞ്ഞ് കയ്പ കേടായിപ്പോയി. അപ്പോൾ ഞാനിവിടെ കുറച്ച് കോവക്കയും കൂടി പറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് കോവക്കയും കൂടി ചേർത്തിട്ട് കയ്പയും കോവക്കയും കൂടിയുള്ള ഒരു ഉപ്പേരി ആക്കാമെന്ന് കരുതി അങ്ങനെ ഇതാ കോവക്കയും കൂടി കട്ട് ചെയ്തെടുക്കുകയാണ്. ഇനി അതിലോട്ട് 2 പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതവിടെ മാറ്റി വെച്ചു. അപ്പോഴേക്കും കറിയെല്ലാം കുറുകി പാകമായി വന്നു. അപ്പോൾ ഞാൻ അതിലോട്ട് ഇനി കുറച്ച് ഉപ്പ് പോരായി തോന്നിയപ്പോൾ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തു. ഇനി ക്ലീനാക്കി റെഡിയാക്കി വെച്ചിട്ടുള്ള മീൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോഴേക്കും മീൻ പൊരിക്കാനുള്ള ചീനച്ചട്ടിയിൽ ഞാൻ അവിടെ ചൂടാക്കി വെച്ചു. അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് മീനും കൂടി പൊരിക്കാൻ വെച്ചു. ആ സമയം കൊണ്ട് കറി ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോഴേ അതിനുശേഷം അതിലോട്ട് അരച്ച് വെച്ചിട്ടുള്ള തേങ്ങ ചേർത്ത് കൊടുക്കുകയാണ്. തേങ്ങയും കൂടി ചേർത്തിട്ട് കറി ഒന്ന് തിള വരുന്ന സമയത്ത് കറി മാറ്റി വയ്ക്കണം. ഇനി അതേ ഗ്യാസിൽ തന്നെ ഞാൻ ഉപ്പേരി റെഡിയാക്കാൻ പോവുകയാണ്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി കടുക് പൊട്ടിച്ചെടുത്തു. അതിലോട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് അരിഞ്ഞ് വെച്ചിരിക്കുന്ന കയ്പയും കോവക്കയും കൂടി അതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ആവശ്യത്തിന് ഉപ്പും കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് അതൊന്ന് വേവിക്കാൻ വേണ്ടി അവിടെ അരച്ച് വയ്ക്കുന്നുണ്ട്. ഇനി ചമ്മന്തിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ചമ്മന്തി ഉണ്ടാക്കാനായിട്ട് കുറച്ച് തേങ്ങ ചുരുക്കിയതും ഒരു 4 അല്ലി ചെറിയുള്ളി, ചെറിയ കഷ്ണം ഇഞ്ചി, 2 അല്ലി വെളുത്തുള്ളി, പിന്നെ എരിവിന് 4-5 പച്ചമുളക്, പിന്നെ നല്ല ഉപ്പിലിട്ട മാങ്ങ ഉണ്ടായിരുന്നു. മാങ്ങ ചമ്മന്തിയാണ് ഉണ്ടാക്കുന്നത്. ഉപ്പിലിട്ട മാങ്ങയും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായി അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഉപ്പിലിട്ട മാങ്ങ വെച്ചിട്ട് ചമ്മന്തി ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതും കൂടി റെഡി ആയിട്ടുണ്ട്. ചുവന്ന മുളക് ചേർത്ത് കൊടുത്തതിനോട് ഒരു റെഡിഷ് കളറും വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ ഉച്ചയൂണ്.